ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ കോളറിൻ്റെ ഒരു വാൾ മിക്സർ ഫിക്സ് ചെയ്യുന്നതാണ്. നമ്മളിതിനു മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഫൈനലായിട്ട് ഇതിൻ്റെ ഫിക്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ തേപ്പിലൊക്കെ ഒരുപാട് അപാകതകളുണ്ട്. അതായത് തേപ്പ് തൂക്കല്ലാത്തതുകൊണ്ട് കനം കൂടിയിട്ടുണ്ട്, പോയിൻ്റ് കുറേ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് വാൾ മിക്സർ ഇങ്ങനെ കോളറിൻ്റെതൊക്കെ ആകുമ്പോൾ ഒരു സൈഡിൽ ഓറിങ്ങും ഒരു സൈഡിൽ ത്രെഡുമാണ് വരിക. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്പെയർ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഉള്ളിൽ എക്സ്റ്റൻഷൻ നിപ്പിള് കറക്റ്റ് വെച്ചിട്ട് ബാക്കി പുറത്ത് തെള്ളി വരുന്ന ഭാഗം കറക്റ്റ് കട്ട് ചെയ്ത് 4 പിരി ഒഴിവാക്കിയിട്ടാണിത് ഇതിൻ്റെ ടൈലിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള കണ്ടീഷനിലാക്കുന്നത്. കാരണം അത്രക്കും മെഷർമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഈ വക വാൾ മിക്സറുകളൊക്കെ വെക്കുമ്പോൾ നമുക്ക് പാളിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തൂക്ക് കറക്റ്റ് ടൈൽസ് കനത്തിന് ലെവലാക്കിയിട്ട് വേണം. നമ്മളെ പോയിൻ്റ് എൽബോ കറക്റ്റ് ടൈലിന് ലെവലായിരിക്കണം. അതിൻ്റെ ലെഗ് 6 പിരി എന്ന് പറഞ്ഞാൽ 6 പിരി കറക്റ്റ് ഉള്ളിലേക്ക് കയറിപ്പോയാൽ മാത്രമേ നമുക്ക് ടൈൽസിനോട് അടുപ്പിച്ച് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ ടൈല് പോയിൻ്റ് എൽബോൻ്റെ സൈഡ് ടൈല് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അടിയിലൊക്കെ കൂടുതൽ വട്ടമില്ലാത്ത രീതിയിൽ ചെറിയ തോതിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽസരോട് പറയുക. പിന്നെ 2 ചെറിയ അല്ലെങ്കിൽ നട്ടിലാണ് ഇതിൻ്റെ ഫിക്സിംഗ് ഉള്ളത്. അപ്പോൾ വാട്ടർ ലെവൽ നോക്കി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആദ്യമൊക്കെ എല്ലാം കറക്റ്റ് ചെയ്ത് മെഷർമെൻറ്റൊക്കെ നോക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഈ സൈഡിൽ കണ്ട ഒരു ഗ്യാപ്പ്, ഇനി ആ ഗ്യാപ്പിനെ മാക്സിമം നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അതിനനുസരിച്ച് ലെഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കറക്റ്റ് വെക്കാൻ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ടൈല് കട്ടിങ് വലിപ്പം കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ടൈൽസേരോട് പ്രത്യേകം നമ്മൾ പറയണം, കാരണം ഇവിടെ ഇങ്ങനെയൊരു സാധനമാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ലേ, ഉള്ളിലേക്ക് ആ ഓറിങ് ബുഷ് കറക്റ്റ് ഇറങ്ങി ടൈറ്റായി അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ വരുന്ന ഈ 2 എല്ലങ്കി നട്ടാണ്. ഈ നട്ടിലാണ് പിന്നെ അതിൻ്റെ പിടുത്തം എന്ന് പറഞ്ഞാൽ വലിയ ടൈറ്റൊന്നും കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. അത് റഫ് യൂസൊന്നും അല്ലാത്തത് കൊണ്ട്. പിന്നെ അത് കണ്ടോ, ഇത്ര പിരി നമ്മൾ ഈ 5 പിരി നമ്മളിതിനി കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ ഇത് ടൈൽസിനോട് അടുപ്പിച്ച് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇത് ചെയ്യുമ്പോൾ പോയിൻ്റ് എൽബോ കറക്റ്റ് ടൈൽസിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കിട്ടുന്ന മാതിരി നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും പ്രൊഫഷണലായിട്ടുള്ള ടൈലർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുക. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പണികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പ്രശ്നമല്ല, നമുക്ക് പോയിൻ്റ് കറക്റ്റാക്കി ഇട്ട് കൊടുത്താൽ മതി. മറ്റ് നമ്മൾ എത്ര പോയിൻ്റാക്കി ഇട്ട് കൊടുത്താലും അവസാനം പണി തീരാൻ നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇടങ്ങാറുകളുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പിരി കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 4 പിരി ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 6.5 ഇഞ്ചാണ് നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ആ ടോപ്പിൽ വരുന്ന ആ മിക്സറിലെ ഷവറിലേക്ക് പോകുന്ന ആ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ഗ്യാപ്പ് കാണാത്ത രീതിയിൽ ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്നത് സ്പെഷ്യലായിട്ട് ഒന്നുമില്ല, 2 നെട്ടാണ്. പിന്നെ ഒരു സൈഡിലെ ഈ ലിവർ ഹോട്ട് ആൻഡ് കോൾഡിൻ്റെ ലിവർ വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലൊരു ബട്ടണാണ് ഷവറിലേക്ക് പോകുന്നത്. നെട്ട് അല്ലെങ്കിൽ നെട്ടാണ്. അല്ലെങ്കിൽ നെട്ട് പരമാവധി നമ്മൾ മാക്സിമം ബാറാക്കി പിടിക്കണം കേട്ടോ. ബാറാക്കി പിടിച്ച് അമർത്തി ചുമരിലേക്ക് അമർത്തി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ നട്ട് നേരെ എല്ലാം ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ടൈറ്റാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ ടൈറ്റാക്കരുത്. ഒരു ലിമിറ്റ് ടൈറ്റ്, ആ ടൈറ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തുക. പിന്നെ ഒന്നുകൂടി പിടിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും. അപ്പോൾ ഇതാണ് നമ്മളെ സ്പൗട്ടിൻ്റെ ആ പൊസിഷൻ. അപ്പോൾ വാൾ മിക്സർ കോളറായതുകൊണ്ട് ഒരു വ്യത്യസ്തമായതായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സ്പൗട്ടിൻ്റെ ആ ചെറിയ ഹോള് കണ്ടോ, ആ ഹോളിലൂടെയാണ് വെള്ളം വരിക. എന്നിട്ട് ഈ ടോപ്പിലുള്ള ആ ഫിൽറ്ററിൽ കൂടി സ്പ്രെഡായിട്ടാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. പ്രഷർ പമ്പ് നിർബന്ധമാണ്. പ്രഷർ പമ്പ് ഇല്ലാതെ ഈ സാധനം വർക്ക് ചെയ്യില്ല. കാരണം അത്രയും
ചെറിയ 1/4 ഇഞ്ച് ഹോളുകളാണ് എല്ലാത്തിനും വരുന്നത്. പ്രഷറൈസ്ഡ് ഫിറ്റിങ്സുകളാണ് കോളറിൽ ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ പ്രഷർ പമ്പ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മളിത് സജസ്റ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും. വെള്ളം ലോ ഹൈറ്റിലൊക്കെ ചെറിയ ഒരു നിലൻ്റെ മേലിൽ നിന്നൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഈ സാധനം നമ്മൾ വെക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം അത്രയും പ്രഷർ കിട്ടിയാലേ ഇത് മിനിമം 1 ബാറിൻ്റെ മേലേക്ക് പ്രഷർ ഉണ്ടെങ്കിലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇനി മുകളിലേക്ക് വരുന്ന എക്സ് നിപ്പിളാണ്. ഇത് പിന്നെ ഇനിയിപ്പോൾ ഇത്ര കുറഞ്ഞാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ആ എക്സ് നിപ്പിളിൻ്റെ ആ ഗ്യാപ്പ് കിട്ടുമല്ലോ, അത്രയും ആ കിട്ടുന്നതിനനുസരിച്ച് നമുക്കൊരു 2 പിരി കയറിയാൽ മതി. ആ 2 പിരി കയറിയാൽ തന്നെ ത്രെഡ് സീൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ ബോഡി ടോപ്പ് വരുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് മറയുന്ന രീതിയിൽ, അതായത് ഇതിൻ്റെ നൈലോൺ ട്യൂബ് കാണാത്ത രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ 2 സൈഡും നമുക്ക് ത്രെഡ് സീൽ കറക്റ്റ് ചുറ്റുക. ഓവറായിട്ട് ത്രെഡ് സീൽ ചുറ്റരുത്. ചുറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഇങ്ങോട്ട് തള്ളിപ്പോരും. അപ്പോൾ ഒരു 3-4 റൗണ്ട് ചുറ്റുക, അത് നേരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ ബോട്ടം ഫിക്സ് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട്. കറക്റ്റ് പൈപ്പിൻ്റെ സെൻറ്ററിലേക്കാണ് ഇവിടെ ഹോള് പോവുക. അപ്പോൾ നമ്മൾ കമ്പനി തരുന്നൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഇത് ഉള്ളിലേക്ക് പോകും, പൈപ്പിന് കൊള്ളും, ലീക്ക് വരും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ചെറിയ സ്ക്രൂ ഇത് ജസ്റ്റ് അവിടെ ഒരു പിടുത്തം മാത്രമാണ്. ഇതിന്മേൽ വേറെ ഒന്നുമില്ല, ലോഡൊന്നും വരുന്നില്ല, ആ ക്ലിപ്പിങ്ങിന് മാത്രമാണ്. അപ്പോൾ ചെറുതായിട്ട് ആ ഫ്രെയിം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഇത് വെച്ച് കൊടുക്കുക. ആ സ്ക്രൂ ചെറിയ ലൈറ്റായിട്ടുള്ള സ്ക്രൂ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് സാധനങ്ങൾ വരുമ്പോൾ നമ്മളെന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഓക്കെ.